ഈ നമ്മള് മൂത്രം ഒഴിക്കുന്ന, അതായത് മൂത്രം പോകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അതെ, നമ്മുടെ കൺട്രോളിലില്ലാണ്ട്, അത് മൂത്രച്ചോർച്ച യൂഷ്വലി അല്ലേ? അത് അതെ, തന്നെ യൂഷ്വലി സംഭവിക്കുന്നത്. ചില ആളുകൾ പറയും തുമ്മുമ്പോ യൂറിൻ ലീക്ക് ഉണ്ടായി എന്ന് അതെ, പറയും. അതെ. അതൊരു പ്രശ്നമാണോ? തീർച്ചയായിട്ടും പ്രശ്നമാണ്. അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ, ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റിനെ ബാധിക്കുന്ന ഒരു ബാധിക്കും. കാര്യമാണ്. സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ് അതിന് മെഡിക്കലി നമ്മൾ പറയുന്നത്. ശരീരത്തിൻ്റെ അകത്ത് പ്രഷർ കൂടുന്ന സമയങ്ങളിൽ, സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് ബ്ലാഡറിന്, മൂത്രസഞ്ചിക്ക് ആ ഒരു പ്രഷർ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മൂത്രം ലീക്കായി പോകുന്നത്. സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് പറയും. കൂടുതലും സ്ത്രീകളിലാണ് അത് കണ്ടുവരുന്നത്. ഞാൻ നേരത്തെ മഞ്ജുജി എടുത്ത് പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് മൂത്രനാളി എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ നീളമുള്ളതാണ്. ലോങ് ആണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ആ ഭാഗത്ത് കുറേ മസിൽസ് ഉണ്ട്. സ്ത്രീകൾക്ക് ആകെ ഒരു 4 സെൻറ്റിമീറ്ററാണ് മൂത്രനാളിയുള്ളൂ. അവിടെ തന്നെയാണ് സ്ത്രീ ശരീരത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നത്. എന്തൊക്കെയാണ്? ഗർഭം, പ്രസവം, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം സ്ട്രെയിനാണ് ഒരു സ്ത്രീൻ്റെ പെൽവിക് ഫ്ലോർ മസിൽസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പല ഇവൻസും ഒരു സ്ത്രീ ശരീരത്തിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്നതുകൊണ്ട് താഴ്ഭാഗത്ത് മസിൽസിന് ബലക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ മസിൽസാണ് യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു കപ്പാസിറ്റി കൊടുക്കുന്നത് യൂറിൻ്റെ ബ്ലാഡർ, മൂത്രസഞ്ചിക്ക്. അപ്പോൾ ഈ മസിൽസിൻ്റെ, ഈ മാംസപേശികൾക്ക് ബലക്കുറവ് വരുമ്പോഴേക്കും യൂറിൻ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു. അപ്പോഴാണ് തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മനസ്സറിഞ്ഞ് ചിരിക്കുമ്പോൾ, ഒരു ഭർത്താവ് ഒരു കോമഡി പറഞ്ഞായിരിക്കും മനസ്സറിഞ്ഞ് ചിരിക്കും, അപ്പോൾ തന്നെ സ്ഥലത്ത് വെറ്റായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പടി കയറി പോകുമ്പോഴേക്കും ചിലപ്പോൾ മൂത്രച്ചോർച്ച ഉണ്ടാകും. ചിലപ്പോൾ ഒരു വെള്ളം നിറച്ചൊരു ബക്കറ്റ് ഒന്ന് പൊക്കി കൊണ്ടുപോകും, അപ്പോൾ തന്നെ ഒരു മൂത്രച്ചോർച്ച ഉണ്ടാകും. ഇത് നമ്മൾ 3 തരത്തിലായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഒന്ന്, നല്ലോണം ചുമക്കുമ്പോൾ 1-2 തുള്ളി വരുന്നത്, അത് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോഴേക്കും ഒന്ന് തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ 4 to 5 തുള്ളി വരുന്നത്, അതായത് അത്യാവശ്യം ചെറുതായിട്ട് നനയുന്നുണ്ട്, എന്നാൽ വലിയ കുഴപ്പമില്ല, പുറത്തേക്കാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തുമ്മിയാൽ തന്നെ പൂന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടിവസ്ത്രം നല്ലോണം വെറ്റാവുന്നത്. അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെയധികം ബാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു സോഷ്യൽ ടാബുവായി മാറുന്നു. അത് സൊസൈറ്റിയിൽ നമുക്കൊരു ഫംഗ്ഷന് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ അതിൻ്റെ സ്മെല്ല് വരുന്നു, പിന്നെ അതിൻ്റെതായ പ്രിക്കോഷൻസ് സ്ത്രീകൾ എടുക്കണം, അതായത് പാഡ്സ് ഉപയോഗിക്കേണ്ടി വരുന്നു, മൂത്രം ലീക്കാവുന്നുണ്ട്. അപ്പോൾ ഒരു 1 to 2 തുള്ളിയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കീഗൽ വ്യായാമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കീഗൽ വ്യായാമം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ താഴ്ഭാഗത്തെ മാംസപേശികൾ, പെൽവിക് ഫ്ലോർ മസിൽസ്, അതിന് സ്ട്രോങ് ആക്കുന്ന എക്സസൈസ് ചെയ്ത ഒരു പരിധി വരെയൊക്കെ നമുക്കൊരു 80 to 90% ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 4 to 5 തുള്ളിയാണെങ്കിൽ നമുക്ക് ആ ഒരു കീഗൽ എക്സസൈസ്, കീഗൽ വ്യായാമം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു യൂറോളജി ഡോക്ടർ കൊടുക്കുന്ന മരുന്നുകൾ വെച്ചിട്ട് ഓൾമോസ്റ്റ് 4 to 5 എന്നുള്ളത്, 4 to 5 തുള്ളി എന്നുള്ളത് നമുക്ക് 1 to 2 തുള്ളിയാക്കാൻ പറ്റും. പക്ഷെ നല്ലോണം നനഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും പലപ്പോഴും അത് വലിയ സക്സസ് ആവണമെന്നില്ല. അപ്പോൾ അത്തരം ആൾക്കാർക്ക് നമുക്ക് വളരെ നൂതനമായിട്ടുള്ള ചെറിയ ലഘു ശസ്ത്രക്രിയയുണ്ട്. അതായത് ആ മൂത്രനാളി ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മൂത്രം പോകുന്ന ഫൈനൽ വഴി അതിനെ സ്ട്രോങ് ആക്കുന്ന രീതിയിൽ നമുക്ക് ചെറിയൊരു മെഷ് വെച്ചിട്ട്, ഒരു നെറ്റ് വെച്ചിട്ട് നമുക്കത് സ്ട്രോങ് ആക്കാൻ പറ്റും. അതെ, അപ്പോൾ അതിൽ ഇത് എസ്പെഷ്യലി ബാധിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ഈ സ്ത്രീകൾക്കാണ് ബാധിക്കുന്നത്. കാരണം അവർ ഈ പറഞ്ഞ പോലെ ഈ ഹജ്ജ് തീർത്ഥാടനം, അത് മറ്റേ പുണ്യസ്ഥലങ്ങൾ കാണാനൊക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ അവർക്കെല്ലാം ഈ യൂറിൻ ഉള്ളപ്പോഴേക്കും പലപ്പോഴും അവർക്കെന്ന് മാത്രമല്ല ആർക്കാണെങ്കിലും, പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ആരാധനാലയങ്ങളിൽ കയറാൻ പറ്റില്ല, ആരാധനകളിൽ അവർക്ക് ഇൻവോൾവ് ആകാൻ പറ്റില്ല. അത്തരം ആൾക്കാരെ കാര്യമായിട്ട് ബാധിക്കുന്നൊരു വിഷയമാണിത്. 80 to 90% നമുക്ക് യാതൊരു ഹൈഫൈ ചികിത്സ ഇല്ലാതെ സാധാരണ എക്സസൈസസ് വെച്ചിട്ടും അതോടുകൂടി മെഡിസിൻ വെച്ച് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ബാക്കി ഒരു 10% ആൾക്കാർക്ക് മരുന്നല്ലാത്ത ചികിത്സ വേണ്ടി വരും. അത് സ്ത്രീകളിലിട്ടാണ്. പുരുഷന്മാരിൽ ഇതേ സംഭവം വരും. പക്ഷേ പുരുഷന്മാരിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു താഴ്ഭാഗത്തെ മാംസപേശികൾക്ക് മാത്രം ബലക്കുറവ് മാത്രം വന്നുകൊണ്ട് മാത്രമല്ല, പുരുഷന്മാർക്ക് അത് വരാൻ കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഗ്രന്ഥി വീക്കം കാരണം കുറേ നാൾ ആ മൂത്രത്തിൻ്റെ തടസ്സം നിലനിൽക്കുമ്പോഴേക്കും മൂത്രസഞ്ചിക്ക് ബലക്കുറവ് വരുന്നു. മൂത്രസഞ്ചിക്ക് ബലക്കുറവ് വരുമ്പോഴേക്കും കുറച്ച് മൂത്രം വന്നാൽ തന്നെ എങ്ങനെയെങ്കിലും കളയണം എന്നുള്ള ടെൻഡൻസി ആയിരിക്കും. പലപ്പോഴും പുരുഷന്മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി തിരിച്ച് വീടിൻ്റെ പടി കാണുമ്പോൾ അപ്പം മൂത്രയ്ക്ക് മുട്ടും, പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. പോണ വഴിക്ക് ചിലപ്പോൾ തുള്ളിയായിട്ട് പോയിട്ടായിരിക്കും ബാത്റൂമിലോട്ട് കയറുന്നത്. ഇങ്ങനെയെങ്കിലൊക്കെ തുണിയൊക്കെ വലിച്ചെറിഞ്ഞിട്ടായിരിക്കും ബാത്റൂമിലോട്ട് കയറുന്നത്. അത് പലപ്പോഴും ബ്ലാഡർ ഡിസ്ഫങ്ഷൻ, മൂത്രസഞ്ചിക്ക് വരുന്ന ബലക്കുറവാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമാണ്. രണ്ടാമത്തെ പ്രധാന കാരണം കൺട്രോൾ അല്ലാത്ത പ്രമേഹ രോഗമാണ്. ഇത് രണ്ടോടും മെയിനായിട്ടും പുരുഷന്മാരിലെ ഈ ഇൻകോണ്ടിനൻസ് ആണ് മൂത്രച്ചോർച്ച ഉണ്ടാക്കുന്നത്. പിന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ മൂത്രപ്പഴുപ്പ് ഉണ്ടെങ്കിലും, വിട്ടുമാറാത്ത മൂത്രപ്പഴുപ്പ് ഉണ്ടെങ്കിലും ഒരു പരിധിവരെ മൂത്രച്ചോർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ തുമ്മുമ്പോൾ ഈ യൂറിൻ ലീക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കും എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. അതല്ലാണ്ട് അതുകൊണ്ട് വേറെ ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടോ? അതായത് അത് നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്തില്ല, നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ പെൽവിക് മസിൽസ് സ്ട്രോങ് ആക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ യൂറിൻ കെട്ടി നിൽക്കുമ്പോഴേക്കും അവിടെ ഒരു ലോക്കലായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഇൻഫെക്ഷൻ, അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മൂത്രം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് അമോണിയ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ വീട്ടിൽ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെല്ലാവരുടെ വീട്ടിൽ അവർക്കറിയാം ഈ മൂത്രം ലീക്കായി പോകുമ്പോഴേക്കും അവൻ്റെ ഈ തുടകളുടെ ഉൾഭാഗത്തുള്ള തൊലികളെല്ലാം ഈ ഒരു ഡ്രൈ ആയി പോയിട്ട് അതിങ്ങനെ ഫോളോ ഓഫ് ചെയ്ത് പോകുന്നു. അവിടെ ചൊമ്പ് വരുന്നു, അവിടെ നല്ലൊരു ബേണിംഗ് സെൻസേഷൻ, ഇച്ചിങ് എല്ലാം വരുന്നു.
വരുന്നു. ഇപ്പോൾ പ്രമേഹ രോഗിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഈ പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നു. അങ്ങനെ പല ഹെൽത്ത് റീസൺസും യൂറിൻ ലീക്ക് കാരണം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രായമാകുമ്പോഴേക്കും എല്ലാപ്പോഴും നമുക്കൊരു 24 മണിക്കൂറും അവരുടെ കൂടെ ചിലപ്പോൾ നിൽക്കാൻ പറ്റുന്ന വരില്ല ഇല്ലേ. അപ്പോൾ ഒരു എവറി 3 to 4 hours നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരാം. അങ്ങനത്തെ പല ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ യൂറിൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് അകത്തോട്ട് അണുബാധ കയറാം. ഇവർക്ക് വലിയൊരു ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടും പ്രതിരോധ ശക്തി ഇല്ലാത്തതുകൊണ്ടും ആ അണു കിഡ്നീനെ വരെ ബാധിക്കാം. കിഡ്നീനെ ബാധിക്കുക, കിഡ്നീനെ ഇൻഫെക്ഷനായി മാറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചിലവർക്ക് ICU ചികിത്സ വേണ്ടി വരും. അങ്ങനെ പല രീതിയിൽ അത് ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് എവിടെയും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം മാറും. അപ്പോൾ അതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം അനിവാര്യമാണ്. ഓക്കെ.